തങ്ങൾ വഫാത്തായതും റബീഉൽ അവ്വൽ 12-നാണ്, അവിടുന്ന് ജനിച്ചതും റബീഉൽ അവ്വൽ 12-നാണ്. അപ്പോൾ ഉസ്താദേ നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ട എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പ്രമാണങ്ങളിൽ തെളിവില്ല എന്നതുകൊണ്ട് തന്നെ മുസ്ലിയാക്കന്മാർ കാലങ്ങളായി അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പല കോപ്രായങ്ങളും നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരമൊരു ഏർപ്പാടുമായി ഇപ്രാവശ്യം നമ്മുടെ റാസ വ്ളോഗുകാരനും വന്നിട്ടുണ്ട്. ഒരു സഹോദരൻ എനിക്ക് അയച്ചു തന്ന ലിങ്കാണിത്. അതിൽ ഞാൻ കയറി നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കേട്ടപ്പോൾ അതിശയം തോന്നി. നമുക്കതൊന്ന് കേൾക്കാം. തങ്ങൾ വഫാത്തായതും റബീഉൽ അവ്വൽ 12-നാണ്, അവിടുന്ന് ജനിച്ചതും റബീഉൽ അവ്വൽ 12-നാണ്. അപ്പോൾ ഉസ്താദേ നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ട എന്നാണ്. അങ്ങനെ ആരാണ് പറയുന്നത്? പ്രവാചകൻ വഫാത്തായ ദിവസം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണ് വേണ്ടത് എന്ന് ആരും പറയുന്നില്ലല്ലോ. പ്രവാചകൻ ജനിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നും, എന്നാൽ പ്രവാചകൻ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ് എന്നും അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ ഇവിടെ മുസ്ലിംർ അതിവിദഗ്ധമായി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ ഇസ്ലാമിൽ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സങ്കടപ്പെട്ടിരിക്കണമെന്ന്? ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതവും എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ പറയപ്പെട്ട ഹദീസ് സ്വീകാര്യമാണോ അല്ലയോ എന്ന വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ്? പ്രവാചകന്റെ ജനനവും ഖൈറാണ്, പ്രവാചകന്റെ വഫാത്തും ഖൈറാണ്, അതുകൊണ്ട് ഖൈറ് കൊണ്ട് സന്തോഷിക്കണമെന്നാണ്. അങ്ങനെയാണ് എങ്കിൽ ജന്മം കൊണ്ട് മാത്രം സന്തോഷിച്ചാൽ പോരല്ലോ, പ്രവാചകന്റെ വഫാത്തും കൊണ്ട് സന്തോഷിക്കേണ്ടേ? ഖൈറ് കിട്ടിയാൽ സന്തോഷിക്കണം. ഖൈറ് കൊണ്ട് സന്തോഷിക്കലാണ് എന്ന് പറയുന്നത് പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയല്ലേ? പ്രവാചകന്റെ ജനനവും പ്രവാചകന്റെ മരണവും ഖൈറാണ് എങ്കിൽ ആ ഖൈറ് കൊണ്ട് സന്തോഷിക്കണം എന്നാണ് എങ്കിൽ ജന്മദിനം കൊണ്ട് മാത്രം സന്തോഷിച്ചാൽ പോരല്ലോ, പ്രവാചകന്റെ വഫാത്തും കൊണ്ട് സന്തോഷിക്കണ്ടേ? റബീഉൽ അവ്വൽ 12 നിങ്ങൾ അതാണോ ചെയ്യുന്നത്? അങ്ങനെ മരണത്തിന്റെ പേരിൽ കൊല്ലം കൊല്ലം ദുഃഖമാചരിക്കുന്നവർ ഷിയാക്കളാണ്. അതെ, ഷിയാക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഷിയാക്കളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ദുഃഖാചരണം നടത്താമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവരാണ് ആശുറാന്റെ അന്ന് നെഞ്ചൊക്കെ ഇടിച്ചു പൊളിച്ച് ഡ്രസ്സൊക്കെ വലിച്ചു കീറിയിട്ട് പൊട്ടിക്കരയുന്നവർ. ഈ ബിദ്അത്തുകാരായ ആളുകൾ പറയാറില്ലേ, അന്ന് റസൂലുള്ളാഹ് വഫാത്തായ ദിവസം ലോകം കരഞ്ഞ ദിവസം അല്ലേ, മദീന കരഞ്ഞ ദിവസമല്ലേ? അല്ലേ മുസ്ലിയാരെ? നിങ്ങളുടെ നുബാത്തിയ ഖുതുബയിൽ പോലും അത് പറഞ്ഞിട്ടില്ലേ? സഹോദരങ്ങളെ, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സമസ്തക്കാരുടെ നുബാത്തിയ ഖുതുബയുടെ പദാനുപദ പരിഭാഷയാണ്. KV മുഹമ്മദ് മുസ്ലിയാർ ഇറക്കിയ പദാനുപദ പരിഭാഷയിൽ നിന്നാണ് നമ്മളിപ്പോൾ വായിക്കാൻ വേണ്ടി പോകുന്നത്. പ്രവാചകന്റെ വഫാത്ത് നടന്ന റബീഉൽ അവ്വൽ 12 അന്ന് മദീനയിൽ സംഭവിച്ചത് എന്താണ് എന്നാണ് ഈ ഖുതുബ പരിഭാഷയിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? അതിന്റെ 114, 15 പേജുകളൊക്കെ ഒന്ന് നിങ്ങൾ മറച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ തുടക്ക ഭാഗത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഞാൻ 116-ാമത്തെ പേജാണ് വായിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? അതോടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞരങ്ങാനും വേദന കടിച്ചിറക്കാനും തുടങ്ങി. വിഷമങ്ങളും തേങ്ങലുകളും വന്നു. ഇടതു വലതു കാലുകൾ നീട്ടുവാനും ചുരുക്കുവാനും തുടങ്ങി. വീഴ്ചയുടെ ഭീകരതയാൽ നെറ്റികൾ വിയർത്തു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ കണ്ടവരൊക്കെ കരഞ്ഞു. റബീഉൽ അവ്വൽ 12 നടക്കുന്ന സംഭവമാണ്. പ്രവാചകന്റെ അവസ്ഥ കണ്ട് പത്നിമാരും സഹാബാക്കളും സഹാബാ വനിതകളും ഒക്കെ കരയുകയായിരുന്നു റബീഉൽ അവ്വൽ 12. തുടർന്നും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതേ കാര്യം തന്നെ ഇവരുടെ സുന്നി വോയിസ് വാരികയിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 2007 ഒക്ടോബറിൽ ഇറങ്ങിയ സുന്നി വോയിസ് വാരികയാണ്. അതിന്റെ 23-ാമത്തെ പേജിൽ മുജീബുർ റഹ്മാൻ കക്കാട് എന്ന് പറയുന്ന ആളെഴുതിയ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് നൊമ്പരക്കടലിൽ എന്ന് പറയുന്ന ഹെഡിങ്ങിന് ചുവടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹിജ്റ വർഷം 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം മദീനയാകമാനം കറുത്തിരുണ്ട ദിനമാണെന്ന് എങ്ങും മൂകത, എല്ലാ മുഖങ്ങളും വിഷാദ പടലങ്ങളിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ലോക നേതാവ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ദിനം, അതായത് ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 മദീനയാകമാനം കറുത്തിരുണ്ടു എന്നും എങ്ങും മൂകത എന്നും എല്ലാ മുഖങ്ങളും വിഷാദ പടലങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരുന്നു എന്നും ഒക്കെ പറയുമ്പോൾ അവർ ദുഃഖത്തിലായിരുന്നു, സങ്കടത്തിലായിരുന്നു എന്നാണല്ലോ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതേ, മദീന വിങ്ങിപ്പൊട്ടിയ ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്നാണല്ലോ ആ പറഞ്ഞതിന്റെ അർത്ഥം. അതേ, പ്രവാചകൻ വഫാത്തായ ദിവസമാണ്, സഹാബാക്കൾ സങ്കടപ്പെട്ട ദിവസമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതല്ലാതെ വർഷാവർഷം നിങ്ങൾ സങ്കടപ്പെടണമെന്നൊന്നും അല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. ഇവരും വീട്ടിലിരുന്ന് കരയാണെന്ന് തോന്നുന്നു അല്ലേ? റോഡിലിറങ്ങി സന്തോഷിക്കുന്ന നിങ്ങളോട് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ വീട്ടിലിരുന്ന് സങ്കടപ്പെടുകയാണ് വേണ്ടത് എന്ന്. പിന്നെ എന്തിനാണ് ഈ രീതിയിൽ ആരോപിക്കുന്നത്? നേരത്തെ നിങ്ങൾ പറഞ്ഞത് പ്രവാചകന്റെ ജനനവും പ്രവാചകന്റെ മരണവും ഒക്കെ ഖൈറാണ്, ഖൈറ് കൊണ്ട് സന്തോഷിക്കണമെന്നാണല്ലോ. എങ്കിൽ ചോദിക്കട്ടെ, പ്രവാചകന്റെ സഹാബാക്കൾ സങ്കടപ്പെട്ടത് എന്തിനാണ്? അവർ സന്തോഷിക്കുകയാണല്ലോ വേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലാണ് എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഈ പടാപ്പാട് നടത്തുന്നത്? പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയാണല്ലോ, ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയാണല്ലോ. എങ്കിൽ ചോദിക്കട്ടെ, പ്രവാചകനോ പ്രവാചകന്റെ സഹാബാക്കളോ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല എന്നതല്ലേ ശരി? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ
സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. അതേ പ്രവാചകനോ പ്രവാചകന്റെ സഹാബാക്കളോ പ്രവാചകന്റെ പത്നിമാരോ ആരും തന്നെ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. പിന്നെ ആരിൽ നിന്നാണ് ഖൈർ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ജന്മദിനം ആഘോഷിക്കലാണ് എന്ന് കിട്ടിയത്? ഈ ജന്മദിനം ആഘോഷ രീതി തന്നെ ആരാണ് കൊണ്ടുവന്നത്? അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് സംശയം വേണ്ട. ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികളിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണോ പ്രവാചകനെ കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടി ബർത്ത്ഡേ ആഘോഷം നിങ്ങൾ സംഘടിപ്പിക്കുന്നത്? ക്രിസ്ത്യാനികളെ ക്രിസ്തീയ പ്രവർത്തനമാണ്. ബർത്ത്ഡേ കഴിക്കാൻ ഏത് അലിമ പറഞ്ഞത്? ഷാഫിയിലോ ഹനഫിയിലോ ഹംബലിയിലോ മാലിക്കോ ഒരു മദ്ഹബിലും ബർത്ത്ഡേ കഴിക്കാൻ പറയുന്നത്? പണ്ഡിതന്മാരെ കുറിച്ച് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് എന്നാണല്ലോ പറയുന്നത്. സമസ്ത പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണല്ലോ വാദം. ആണെങ്കിൽ സമസ്ത പണ്ഡിതന്മാരെ കൊണ്ടൊക്കെ നിങ്ങൾ സന്തോഷിക്കാറില്ലേ? എങ്കിൽ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടോ? നിങ്ങൾ അവർ ജനിച്ച ദിവസം സന്തോഷിച്ചുകൊണ്ട് പ്രത്യേക പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ടോ? അങ്ങനെ സംഘടിപ്പിക്കാൻ പാടുണ്ടോ? ജന്മഡേറ്റ് നോക്കുക, എല്ലാ മഹാന്മാരുടെ ജന്മഡേറ്റ് നോക്കി നമുക്ക് കാണാമല്ലോ. എന്നിട്ട് അത് ഇതിലൂടെ വിടുക. ഇന്ന് ഇന്നാളെ ജനിച്ച ദിവസമാണ്, ഇന്ന് അവർക്ക് യാസിൻ ഓതി ഫാത്തി ഓതി, ഇങ്ങനെ പരിപാടിയാക്കുക. ഈ പ്രവണത നമ്മൾ നിർത്തണം. നമ്മളിങ്ങനെ ഓരോ അമലുകൾ നമ്മൾ തുടങ്ങരുത്. അത് ചെയ്യുന്നവർ ഒരു സൽക്കർമ്മം എന്ന നിലക്കാണ് ചെയ്യുന്നത്, അതൊരിക്കലുമല്ല. നമ്മുടെ മലബാറിലെ ഉലമാ ആരും അവരുടെ ജന്മദിനം ആഘോഷിച്ചില്ല. ജന്മദിനം അറിയാത്തത് കൊണ്ടല്ല. 90% അയിമത്തും നമ്മുടെ മുൻഗാമികളായ ഉലമാവും അവരുടെ ജന്മദിനം അറിയുന്നവരാണ്. അവരുടെ ഉസ്താദുമാരുടെ ജന്മദിനം അറിയുന്നവരാണ്. ഓക്കെ, ഉസ്താദിന്റെ ജന്മദിനം ആരും ആഘോഷിക്കാറില്ല. ഷാലിയാത്തിയുടെ ജന്മദിനം ആഘോഷിക്കാറില്ല. സമസ്ത മുഷാവർ മെമ്പർമാർ ആരുടെയും പഴയകാല മെമ്പർമാരുടെ ആരുടെയും ജന്മദിനം ആഘോഷിക്കാറില്ല. ഈ ഒരു സ്വഭാവം ഷെയ്ഖുന എ പി ഉസ്താദ് ജനിച്ച ദിവസം എല്ലായിടത്തുനിന്ന് അറിയിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യരുത്. ഇമാമിയങ്ങളുടെ ഇബാറത്തുകളിൽ നിന്ന് കായിദകളിൽ നിന്ന് മസലകൾ കണ്ടെത്തി പറയാൻ അവകാശമൊന്നും നമുക്കില്ല. അത് വളരെ അപകടകരമാണ്. കായിദകൾ അവർ പറയും, അത് ഫിഖഹിന്റെ ചില ഹസ്റുകൾക്കും മറ്റുമാണ്. അത് മനസ്സിലാക്കാനൊക്കെയാണ്. നാം അതിൽ നിന്ന് മസലകൾ കണ്ടെടുക്കുന്നത്, അതിനെ വെച്ച് മസലകൾ കണ്ടെടുക്കുന്നത് വലിയ അപകടം സൃഷ്ടിക്കും, ദീന് കേടുവരലേക്ക് എത്തും. അതൊരു വലിയ കർമ്മമായി ഇന്ന് പല സ്ഥലത്തും പലരും ഈ ജനിച്ച ജീലാനി തങ്ങൾ ജനിച്ച ദിവസം ആണെന്ന് അപ്പോൾ ഒരു യാസീനും ഫാത്തിയും ഒക്കെ പരിപാടിയാക്കുക. അതില്ല. അതിലേറെ ഗുരുതരമാണ് ഈ മഹാന്മാരല്ലാത്തവരുടെ ജന്മദിനം കൊണ്ടാടുന്നത്, ബർത്ത്ഡേ. എന്താണ് ചെയ്യുക? ഇതിനൊക്കെ തലയിക്കെട്ടിയവരും ഒപ്പം നിന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ അപകടം തന്നെ. അതെ, വലിയ അപകടം തന്നെയാണ്. പ്രവാചകനോ സഹാബാക്കളോ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ആചാരം അനുഷ്ഠാനം ദീനിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് മുസ്ലിയാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പലതും ചെയ്തു വെക്കുകയാണ്. അതിനൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി യാസീനോതുക, അതുപോലെ തന്നെ മൗലിദ് പാരായണം നടത്തുക, ഇങ്ങനെ പല കാര്യങ്ങളും അതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ദീനിന്റെ ഒരു ഭാഗമായി കൊണ്ടാണ് സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുന്നത്. അത് വലിയ അപകടമുണ്ടാക്കുമെന്നാണ് നിങ്ങളുടെ നേതാവ് പറയുന്നത്. ഇവിടെ പ്രവാചകന്റെ ജനനവും പ്രവാചകന്റെ മരണവും ഒക്കെ ഹൈറാണ് എന്ന വാദം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇത് ആഘോഷിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ നേതാവായ അഹ്സനി ഉസ്താദ് പറഞ്ഞത് നേതാക്കന്മാരുടെ, പണ്ഡിതന്മാരുടെ, അതുപോലെ തന്നെ പണ്ഡിതന്മാരല്ലാത്തവരുടെ ഇവരുടെ ഒന്നും ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പാടില്ല എന്നാണ്. എണ്ണി പറഞ്ഞല്ലോ. അതേ പ്രവൃത്തി പ്രവാചകന്റെ പേരിൽ എങ്ങനെ ചെയ്യും? സഹാബാക്കൾക്ക് പരിചയമില്ല, ഉത്തമ തലമുറക്കാർക്ക് പരിചയമില്ല, മുൻഗാമികൾക്ക് ആർക്കും തന്നെ പരിചയമില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ദീനിൽ വരവ് വെക്കും? അതിന് നിങ്ങൾ മഹത്വമായി പറയുന്നത് എന്താണ്? ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്, 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട്, ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള സുന്നത്തായ ഒരു കാര്യമായി കൊണ്ടൊക്കെയാണല്ലോ. അങ്ങനെയാണല്ലോ സമൂഹത്തെ പഠിപ്പിച്ചത്. ഇത്ര വലിയ പുണ്യമുള്ള ഒരു കാര്യമായിട്ട് പ്രവാചകനും സഹാബാക്കൾക്കും ഉത്തമ തലമുറക്കാർക്കും 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും പരിചയമില്ല എങ്കിൽ പിന്നെ എങ്ങനെ അത് ദീനാകും? അതിനാണല്ലോ ഞങ്ങൾ എതിർക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ആഘോഷിക്കുന്ന ദിവസമാണെങ്കിലോ അത് പ്രവാചകന് വഫാത്തായ ദിവസമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം. നിങ്ങളുടെ പുസ്തകങ്ങളിൽ പോലും കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള കാര്യം. ആ ദിവസത്തിൽ തന്നെ നിങ്ങൾ ഈ രീതിയിൽ ആഘോഷിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത് അന്ന് തന്നെയാണ് പ്രവാചകൻ വഫാത്തായത് എന്നും അന്ന് മദീന സങ്കടപ്പെട്ട ദിവസമാണ് എന്നും അന്നേ ദിവസം തന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ആഘോഷിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണോ ഈ രീതിയിലുള്ള ഉഡായിപ്പുമായി മുസ്ലിയാർ രംഗത്ത് വന്നത്? അത് ശീഈകളുടെ ആചാരമാണ്. ഇസ്ലാമിന്റെ അനുഷ്ഠാനം എന്താ? ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 ദിവസമാണ് ദുഃഖാചരിക്കാൻ പറ്റുക. 3 ദിവസം കഴിഞ്ഞ ദുഃഖാചരണം ഇല്ല. ഭാര്യക്ക് പോലും 4 മാസം 10 ദിവസം ഇദ്ദയുടെ കാലം കഴിഞ്ഞ വേറെ ആളെ കല്യാണം കഴിക്കുക. അപ്പൊ കൊല്ലം ആണ്ട് നടത്തണില്ല ഉസ്താദെ? ആണ്ട് നടത്തുന്നത് ദുഃഖാചരിക്കാനല്ല. നിങ്ങൾ ആരെങ്കിലും ദുഃഖാചരിക്കാനാണ് ആണ്ട് നടത്തുന്നത്? അല്ല.
ആ മനുഷ്യന്റെ പേരിൽ ഖുർആൻ ഓതി നല്ല കാര്യങ്ങൾ ചെയ്ത് മൗലിദ് ചൊല്ലിയിട്ട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ ആ ഖബറിലേക്ക് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ്. സഹോദരങ്ങളെ, ആണ്ട് കഴിക്കുന്നതിന്റെ ന്യായവും കണ്ടില്ലേ? ഇസ്ലാമിക പ്രമാണങ്ങളിലൊന്നും തെളിവൊന്നുമില്ല. പിന്നെന്താണ്? ഞങ്ങൾ ഖുർആൻ ഓതി ഹദിയ ചെയ്യുകയല്ലേ, മറ്റു നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയല്ലേ, അതുപോലെ തന്നെ മൗലൂദ് ചൊല്ലി ഹദിയ ചെയ്യുകയല്ലേ, അദ്ദേഹത്തിന്റെ കബറിൽ എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ആണ്ട് കഴിക്കുന്നത് എന്നാണ്. എല്ലാറ്റിനും ന്യായമുണ്ട്. ഇനി ഇതിന് തെളിവുണ്ട്. ഇതിന് തെളിവുണ്ടാക്കുന്ന കോലം കണ്ടോ? സയ്യിദുനാ റസൂലുള്ളാഹ് എല്ലാ കൊല്ലവും ഖദീജ ബീവിയുടെ മദ്ഹ് പറയായിരുന്നു. അവിടുത്തെ പേരിൽ അറുത്തിട്ട് കൂട്ടുകാർക്കിടയിൽ ദാനം ചെയ്യുമായിരുന്നു. മുസ്ലിയാരെ, നിങ്ങൾ ഇവിടെ പറഞ്ഞത് കളവല്ലേ? പ്രവാചകൻ ഇങ്ങനെ വർഷാവർഷം ഒരു മൗലൂദ് സദസ് ഉണ്ടാക്കി, എന്നിട്ട് ഖദീജ ബീവിയുടെ മൗലൂദ് പാരായണം നടത്തി, മാത്രവുമല്ല അവിടെ പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി, എന്നിട്ട് ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വിതരണം ചെയ്തു എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വകയല്ലേ? ഇത് വർഷാവർഷം നടത്തിയതാണോ? ഖദീജ ബീവിയുടെ മഹത്വം പറഞ്ഞിരുന്നു എന്നും അതുപോലെ തന്നെ ആടിനെ അറുത്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഹദീസുകളിൽ ഉള്ളത് തന്നെയാണ്. എന്നാൽ ഇത് വർഷാവർഷം പ്രത്യേക മതാചാരമായി ചെയ്തിരുന്നു എന്ന് എവിടെയാ ഉള്ളത്? ഇത് വർഷാവർഷം നിങ്ങൾ ഈ ആണ്ട് കഴിക്കുന്നത് പോലെ കഴിച്ചതാണ് എന്ന് എവിടെയാ ഉള്ളത്? അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ലേ മുസ്ലിയാരെ? എല്ലാ കൊല്ലം തികയുമ്പോൾ ഉഹദ് ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് പ്രത്യേകമായി ചെയ്യുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. ഇതും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ലേ മുസ്ലിയാരെ? പ്രവാചകൻ വർഷാവർഷം പൂർത്തിയാകുന്ന സമയത്ത് പ്രത്യേകമായി ഉഹദ് ശുഹദാക്കളുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുകയും എന്നിട്ട് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രവാചകൻ ചെയ്തു എന്നൊക്കെയാണല്ലോ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് കൃത്യമായി തെളിവ് വെച്ച് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അതല്ല, പ്രവാചകൻ മറ്റ് ഖബറുകളൊക്കെ സിയാറത്ത് ചെയ്യുന്നത് പോലെ തന്നെ ഉഹദ് ശുഹദാക്കളുടെയും ഖബറുകൾ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നാണോ? അതല്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് പോലെ ഖുർആൻ ഓതിയും മൗലൂദ് പാരായണം നടത്തിയും ഒക്കെ ഹദിയ ചെയ്യുന്ന ഒരു പരിപാടി പ്രവാചകൻ ചെയ്തിരുന്നോ മുസ്ലിയാരെ? നിങ്ങളുടെ വക നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണല്ലോ ഇതൊക്കെ. പ്രവാചകന്റെ പേരിലാണ് ഈ കളവ് പറയുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം മുസ്ലിയാരെ. വെറുതെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ മാത്രം പോരാ, പ്രവാചക സ്നേഹത്തിന്റെ പേരും പറഞ്ഞു. ഇതൊക്കെ മുത്തുനബിയിൽ മാതൃകയുള്ളതാണ്. എന്ത് മാതൃകയുണ്ട് എന്ന്? പ്രവാചകന്റെ പേരിൽ പച്ച കളവ് പറഞ്ഞിട്ടാണ് മാതൃക ഉണ്ടാക്കുന്നത്. അപ്പൊ ദുഃഖാചരിക്കുക എന്ന് പറയുന്നത് റബീഉൽ അവ്വൽ 12 അന്ന് അങ്ങനെ ഒരു ദുഃഖമില്ല. ഞങ്ങൾ ആരെങ്കിലും റബീഉൽ അവ്വൽ 12 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദുഃഖാചരിക്കുകയാണ് വേണ്ടത്, അതല്ല നിങ്ങൾ സന്തോഷിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞു നടക്കുന്നുണ്ടോ? അന്ന് മദീന സങ്കടപ്പെട്ട ദിവസമാണ് എന്നാണല്ലോ പറയുന്നത്. അത് സന്തോഷത്തിന്റെ ദിവസമാണ്. എന്റെ ജന്മവും എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പോൾ പ്രവാചകൻ ജനിച്ച ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും പ്രവാചകൻ വഫാത്തായ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് പ്രവാചകന്റെ വഫാത്ത് കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാണോ മുസ്ലിയാരെ? ഇവിടെ നേരത്തെ മുസ്ലിയാര് ദുഃഖാചരണം ഷിയാക്കളുടേതാണ് എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. ഈ പ്രവാചകന്റെ ജന്മദിനം ആഘോഷം ആരാണ് തുടക്കം കുറിച്ചത് മുസ്ലിയാരെ? അതും ഷിയാക്കൾ തന്നെയാണ്. ഫാത്തിമിയാക്കളാണ് തുടങ്ങിയത് എന്ന് ഷിയാ നേതാവ് തന്നെ പറയുന്ന രംഗം നമുക്കൊന്ന് കാണാം. يعني على سبيل المثال المولد النبوي الشريف الذي كل العالم يحتفل به وتونس قبل أسبوعين احتفلت به. نعم. الذي سن هذا الاحتفال وأقره في كل الشمال الإفريقي هم الشيعة. الدولة الفاطمية. الدولة الفاطمية نعم. وكان المولد يحيى مولد النبي صلى الله عليه وآله ومواليد الخمسة أصحاب الكساء يعني علي وفاطمة والحسن والحسين والأستاذ عبد الستار ممكن إذا مخطئ يصحح. فهذا المولد الذي الزيتون اليوم تفتخر أنه تعبير عن حبها للنبي صلى الله عليه وآله هو شيعي الأصل. ഷിയാ നേതാവ് തന്നെ പറയുകയാണ്. ഇനി അത് ഷിയാ നേതാവല്ല പറഞ്ഞത് എന്നാണ് എങ്കിൽ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെ എഴുതി വെച്ച പുസ്തകത്തിൽ നമുക്കത് വായിച്ചെടുക്കാം. എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കേട്ടോ, ഈജിപ്തിലെ ഫാത്തിമി ഭരണകൂടം ഹിജറ 367 567 തങ്ങളുടെ ഭരണകാലത്ത് മൗലിദുൻ നബി ആഘോഷിച്ചിരുന്നു. ഫാത്തിമിയാക്കളാണ് ഇത് ആഘോഷിച്ചിരുന്നത്. പിന്നെ ആരാണ് നടത്തിയത്? മുളഫർ രാജാവാണ്. അത് നിങ്ങളുടെ താഴെ ഉസ്താദും പാടി വെച്ചതല്ലേ? അതെ, പ്രവാചകനോ സഹാബാക്കൾക്കോ ഉത്തമ തലമുറയിൽപ്പെട്ട ആർക്കും തന്നെയോ ഇത് പരിചയമില്ല എന്ന് കൃത്യമായി തന്നെ നിങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ. നിങ്ങൾ സുന്നി വോയിസ് വാരിക തന്നെയാണ്. അതിലെന്താ പറയുന്നത്? ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ കൊടുക്കുന്നത് എന്താണ്? അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത് എന്ന്. ഏത്? നിങ്ങൾ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള സുന്നത്തായ ആചാരമാണ്, അനുഷ്ഠാനമാണ്, ആഘോഷമാണ് എന്നൊക്കെ പറയുന്ന നബിദിനം ആഘോഷത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത്ര കൃത്യമായി നിങ്ങളുടെ ആളുകൾ തന്നെ എഴുതിയും പറഞ്ഞും വെച്ചിട്ടുള്ള ഒരു കാര്യം പ്രവാചകനോ സഹാബാക്കൾക്കോ ഉത്തമ തലമുറക്കാർക്കോ പരിചയമില്ലാത്ത ഒരു പുത്തനാചാരം നിങ്ങൾ ഇത്രമാത്രം മഹത്വം പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ആഘോഷിക്കരുത്, നിങ്ങൾ ഒഴിവാക്കണമെന്ന്. സ്വന്തം മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടുണ്ടോ മുസ്ലിയാരെ ഇസ്ലാമിൽ? പോട്ടെ, നിങ്ങളുടെ നേതാക്കന്മാരുടെ, നേരത്തെ നിന്റെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ തന്നെ പറയും, നമ്മൾ കേട്ടല്ലോ, നിങ്ങളുടെ നേതാക്കന്മാരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പാടുണ്ടോ? അവരുടെ ആരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പാടില്ല. കാരണം എന്താണ്? അത് മുസ്ലിങ്ങളുടെ ആചാരമല്ല, അത് ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നതാണ്.
മറ്റു പലരും ആഘോഷിക്കുന്നതാണ്. അത്തരം ആഘോഷങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവരാൻ വേണ്ടി പാടില്ല. അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ അവിടെ മൗലിദ് പാരായണമാണ് നടത്തുന്നത്, ഞങ്ങൾ അവിടെ ഖുർആൻ പാരായണമാണ് നടത്തുന്നത്, ഞങ്ങൾ അവിടെ ഒരുപാട് നല്ല നല്ല സൽക്കർമ്മങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? നേരത്തെ പകരം വാപ്പുട്ടി മുസ്ലിയാർ എന്താ പറഞ്ഞത്? ഇതിനൊക്കെ പല മുസ്ലിയാക്കന്മാര് ന്യായങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ അദ്ദേഹം എതിർത്തുകൊണ്ട് പറഞ്ഞത്. കാന്തപുരത്തിന്റെ അടക്കം പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ പല സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചല്ലോ. അതേ സാധാരണക്കാരുടേതാകട്ടെ പണ്ഡിതന്മാരുടേതാകട്ടെ ആരുടെയും തന്നെ ബർത്ത്ഡേ ആഘോഷം നമുക്ക് പാടില്ല എന്ന് വ്യക്തമായി നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റ് തന്നെയാണ് എന്നാ പറയുന്നത്. എങ്കിൽ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? ഏത് അർത്ഥത്തിൽ പറഞ്ഞാലും അത് ശരിയല്ല, അത് നിർത്തണം. ഈ കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കുന്നത്, എന്നിട്ട് അന്ന് അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അതിനൊരു യാസി എന്ന് പേരിട്ട് അല്ലെങ്കിൽ ഒരു മൗലിദ് ഓതി, അതാണ് നന്നാവെന്ന് മനസ്സിലാക്കുക. നിയ്യത്ത് വളരെ സൂക്ഷിക്കണം. ഓരോ വിഷയങ്ങൾക്ക് ഒരു കോലം മാറ്റി ഒരു യാസീൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് നന്നാവുന്നില്ല. ഇല്ലാത്ത ആചാരങ്ങൾ വിദഅത്തുകൾ നാം കൊണ്ടുവരും. അത് തന്നെയാണല്ലോ ഞങ്ങളും പറയും, നിങ്ങൾ എന്തിനാണ് ഇല്ലാത്ത ആചാരങ്ങൾ കൊണ്ടുവരുന്നത്? നിർവഹിക്കാതെ എന്തിന് നിങ്ങൾ ദീനിൽ കൂട്ടിക്കൊണ്ടുവരണം? നിങ്ങൾ എന്തിനാ കൂട്ടുന്നത് ആവശ്യമില്ലാതെ? ദീൻ ഇവിടെ പൂർണ്ണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അതല്ലേ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി വെച്ചത് അതല്ലേ? നബി തങ്ങൾ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ പരിശുദ്ധ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതാ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ആ ദീനിലേക്ക് ആവശ്യമില്ലാത്ത ഒന്നും കൂട്ടണ്ട. നിങ്ങൾ എന്തിനാണ് ബിദ്അത്തുകൾ കൊണ്ടുവരുന്നത്? അതാണല്ലോ ഞങ്ങളും പറയുന്നത്. പിറന്നാൾ ആഘോഷം അമുസ്ലിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. രാഷ്ട്രീയ നേതാക്കളൊക്കെ പടത്തൊക്കെ പലരും ചെയ്തിരുന്നല്ലോ. അവർ ജനിച്ച ദിനം, ലഡു വിതരണം, പിന്നെ മറ്റത് അത് ഇത്, പിന്നെ കേക്ക് മുറിക്കൽ, ഇത് മുഴുവൻ ഒപ്പിയെടുത്ത് നമ്മളും അത് പകർത്തുകയും അതിന് സുയൂത്തി ഇമാമിന്റെ രേഖയും മറ്റും നിരത്തി. അവരാരും അവർക്ക് ജനിച്ച മക്കളെ ജന്മദിനം നടത്തിയത് ഒരു രേഖയും കാണാൻ കഴിയില്ല. അവരും ജനിച്ചവരാ, അവർ നടത്തിയത് കാണാൻ കഴിയില്ല. ഇതൊരു വലിയ അപകടമായി മാറിയിട്ടുണ്ട്. അതെ, അപകടം തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പ്രത്യേകത പറഞ്ഞിട്ടില്ലാത്ത ഒരു മാസത്തിന്, ഒരു തീയതിക്ക് പ്രത്യേകത പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ്. ആര് പഠിപ്പിച്ചു? തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു തന്നു. അന്ന് ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് നുബൂവത്ത് കിട്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കുന്നു. എന്നാൽ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ആര് പഠിപ്പിച്ചു? ആ ചോദ്യത്തിന് മറുപടിയില്ല എന്നതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിലുള്ള ഞൊണ്ടിന്യായവും കൊണ്ടുവന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ മുസ്ലിയാരെ? ഇത് മതത്തിൽ അതിരുകവിയൽ തന്നെയാണ്. സ്വന്തം മകന്റെ അതുപോലെ തന്നെ നേതാക്കന്മാരുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എങ്കിൽ ഖുർആൻ ഓതുകയല്ലേ, നല്ല നല്ല കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുകയല്ലേ എന്നുള്ള ന്യായം പറഞ്ഞിട്ടായാലും അത് തെറ്റാണ്, അത് ഗുരുതരമായ അപകടമാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിൽ മഹാനായ നമ്മുടെ നേതാവിന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കും? എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത്രയും മഹത്വം ഇതിന്റെ പേരിൽ പറഞ്ഞു വെക്കും? എങ്ങനെയാണ് ഇത് ദീനിൽ സുന്നത്തായ ഒരു ആഘോഷമായി മാറിയത്? അതെ, ഇത് അതിരുകവിച്ചൽ തന്നെയാണ്. അത് നാം ഗൗരവത്തോടെ തിരിച്ചറിയണം. മുസ്ലിയാരെ, എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടല്ല വരേണ്ടത്. ഞങ്ങൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല നിങ്ങൾ റബീഉൽ അവ്വൽ 12-ാം തീയതി ദുഃഖാചരണം നടത്തണം, വീട്ടിലിരുന്ന് പൊട്ടിക്കരയണമെന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇല്ലാത്തത് പറഞ്ഞ് വല്ലാണ്ട് അങ്ങോട്ടേക്ക് മെനക്കെട്ടാലും നബിദിനം ആഘോഷത്തിന് തെളിവാകില്ല എന്ന് മുസ്ലിയാർ മനസ്സിലാക്കുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.